നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ ഭാഗമായി നമ്മൾ കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് തെന്മല. തെന്മലയിലേക്ക് പോകാം. അതുവഴി തന്നെ നമുക്ക് ചടയമംഗലമുണ്ട്. ചടയമംഗലത്തെ മനോഹരമായ ആ ശില്പവും പക്ഷിശില്പവും എല്ലാം കണ്ട് നമുക്ക് ആസ്വദിക്കാം. നമ്മൾ കുളത്തൂപ്പുഴ വഴിയാണ് പോകുന്നത്. കുളത്തൂപ്പുഴയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, കുളത്തൂപ്പുഴ നമ്മൾ ശബരിമല പോകുന്ന ഭക്തരെല്ലാം ഇവിടെ വന്ന് ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അതിൽ തൊഴുതിട്ടാണ് സാധാരണ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത്. പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ് ഇവിടെ വരികയും ഇവിടെ തങ്ങുകയും ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ടൊക്കെയാണ് പോകാറുള്ളത്. പക്ഷേ ഇവിടെ ഈ നദിയിൽ മറ്റൊരു ആചാരം കൂടിയുണ്ട്. അരി കൊണ്ടുവന്ന് മീനിന് വിതറുക എന്ന് പറയുന്ന ഒരു ആചാരം കൂടിയുണ്ട്. അവരുടെ ദേഹത്തുണ്ടാകുന്ന ഉണ്ണികളെല്ലാം ഡിസപ്പിയർ ആകും എന്നുള്ള ഒരു വിശ്വാസം കൂടിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് തെന്മല എക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാട്ടിനുള്ളിൽ പോകാനും ബോട്ടിങ്ങിനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളൊരു സ്ഥലമാണ്. തെന്മല ഡാം ആണ് ഇവിടെ ഇതിൻ്റെ ബാക്കിൽ കാണുന്നത്. ആ തെന്മല ഡാമിലേക്ക് പോകാനുള്ള എൻട്രിയാണ് ഇവിടെ. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ്. ടിക്കറ്റ് എടുക്കണം. 10 രൂപയൊക്കെ ഉള്ളൂ ടിക്കറ്റ് എടുക്കുന്നതിന്. പക്ഷേ 10 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് പോയാൽ ധാരാളം കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഇക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ ബേർഡ് വാച്ചിങ്, ട്രക്കിങ്, അങ്ങനെയുള്ള പ്രോഗ്രാമാണ്. നമ്മുടെ മെയിൻ റിസോഴ്സ് എന്ന് പറയുന്നത്, തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ മെയിൻ റിസോഴ്സ് എന്ന് പറയുന്നത് സെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഓക്കെ. അതായത് കൊല്ലം ജില്ലയിലെ ഏക വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. കൾച്ചർ സോൺ, അഡ്വഞ്ചർ സോൺ, ലീജർ സോൺ, ബഫർ സോൺ, അങ്ങനെ 4 സോണുകളാണ്. ഓക്കെ. നമ്മുടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിവേറ്റഡ് വാക്ക് വേ എന്ന് പറയും. മരത്തിൻ്റെ മേളിൽ കൂടെ നടക്കുക എന്നുള്ള കൺസെപ്റ്റിൽ നമ്മളൊരു ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ കയറി ആ സോണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റിക്രിയേഷണൽ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. കേരളത്തിലെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രൊജക്റ്റായ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് ഈ തെന്മലയിലാണ്. അപ്പോൾ ആ ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഡാം കാണാൻ വരുന്ന ടൂറിസ്റ്റിനും അത് അടുത്ത് പോയി ഇന്ന് കാണാൻ, സാധാരണ ടൂറിസ്റ്റ് മേളിൽ പോയി ടിക്കറ്റ് എടുത്ത് മേളിൽ പോയി കണ്ടിട്ട് വരാം. പക്ഷേ നമ്മൾ ഡാം അടുത്ത് പോയി ഷട്ടർ വ്യൂയും അതിൻ്റെ ഭംഗിയെ ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ലിഷർ സോൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അത് കാടിനകത്ത് നടന്നു പോയി സ്കൾപ്ചർ ഗാർഡൻ, ബോർഡ് വാക്ക്, ഡാം അടുത്ത് പോയി ഇന്ന് കാണാൻ 6ന്റെ സൈഡിൽ ഒരു വുഡൻ ബ്രിഡ്ജ്, പിന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്, ഇത്രയും ചേർന്നാണ് ലിഷർ സോൺ. വൈകിട്ട് എല്ലാവരും കൂടി നമ്മുടെ അഡ്വഞ്ചർ സോണും ലിഷർ സോണും ബോട്ടിങ്ങും മാൻ പാർക്കും, പിന്നെ ഇവിടെ നമ്മുടെ കൾച്ചർ സോണിനകത്ത് പിന്നെ ബട്ടർഫ്ലൈ സഫാരി ഉണ്ട്, നക്ഷത്ര വനമുണ്ട്, കുട്ടികളുടെ പാർക്കുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ വൈകിട്ട് ഇവിടെ വന്ന് ഒന്നിച്ച് മ്യൂസിക്കൽ ഫൗണ്ടൻ പോകും. മ്യൂസിക്കൽ ഡാൻസിങ് ഫൗണ്ടൻ ഉണ്ട്. അതും ഏറ്റവും നല്ല മനോഹരമായ ഒരു നൃത്ത ജലധാരയാണ്. അത് കഴിഞ്ഞതിന് ശേഷം തെന്മലയുടെ തൊട്ടടുത്ത ടൗണായ പുനലൂരിൻ്റെയും കൊല്ലം ജില്ലയുടെയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രം പറഞ്ഞുള്ള ഒരു സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോയും ഉണ്ട്. അത് തീർന്നിട്ടാണ് വൈകിട്ട് 8 മണിയോടുകൂടി രാവിലെ എത്തുന്ന സഞ്ചാരിക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഇത് ഹോൾ ഡേ ഒരാൾ ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഇവിടെ മാത്രം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം എൻ്റർടൈൻമെൻറ്റ് കുട്ടികൾക്കും പേരൻസിനും എല്ലാം കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് ഇത്രയും ഒരു ഹൈടെക് ആയിട്ടുള്ളൊരു സ്ഥലം
എന്ന് പറയുന്നത് വളരെ അതിശയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇത് ലോഞ്ചാണ്, ആൾക്കാർക്ക് വന്ന് ഇരിക്കാനുള്ള. കേബിൾ കാറിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ മൊബൈലിൽ വരുമെന്നാണ്. PNR വരും. നമ്മൾ ഈ കൗണ്ടറിൽ, ചെക്ക് ഇൻ കൗണ്ടറിൽ കാണിക്കണം. ആ PNR കൊണ്ടുവന്ന് ഇവിടെ കാണിക്കണം. അപ്പോൾ ഇത് ഓരോരുത്തരുടെ കയ്യിൽ കെട്ടും. കേബിൾ കാർ മൂവബിളാണ്. ഓ, ഇത് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വാക്ക് സ്പീഡാണ്. നടന്ന് കയറാവുന്ന ഇത്രയും സ്ഥലമുണ്ട് കയറാനായിട്ട്. പക്ഷേ നമ്മൾ ഇന്ന് വന്നപ്പോൾ നല്ല മഴയുള്ള ദിവസമാണല്ലോ. അതെ, നല്ല മഴയുണ്ട്. മഴയും കാറ്റും ഒക്കെ ആയിട്ട് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും. ഓട്ടോമാറ്റിക് സ്റ്റോപ്പ്. അതെ, ഓക്കെ. ഇപ്പം കുറച്ച് കടലുള്ളപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കണം. ഓ, നമുക്ക് ഇതിനകത്ത് 8 പേർക്ക് ഇരിക്കാവുന്ന. 8 പേർക്ക് ഇരിക്കാം. അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. എത്ര ടൈം എടുക്കും ഇത് സാധാരണ? ആവറേജ് 8-10 മിനിറ്റ് വരെ എടുക്കും. ഇപ്പോൾ വാക്ക് വേയും തുറന്നല്ലേ? വാക്ക് വേയും ഓക്കെ. ഇതിൽ പോകാൻ താല്പര്യമില്ലാതെ പേടിയാണോ? ഓ, ഇത് ഭയങ്കര രസമാണല്ലോ. ഇത് ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് ഇവിടെ ഇത്രയും മരങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. 1,00,000 കൂടുതൽ മരങ്ങൾ നമ്മൾ തന്നെ പ്ലാൻ ചെയ്തത്, നട്ടു വളർത്തി വെച്ചിരിക്കുകയാണ്. ഇത് നോക്കാൻ തന്നെ 10-15 പേരുണ്ട് ദിവസം. ഓ, ഇത് നോക്കാനായിട്ട്. ഇത് ഏത് സമയത്താണ് ഇവിടുത്തെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത്? ഈവനിങ് ആണ്. നമ്മൾ വന്ന കറക്റ്റ് ടൈമാണ്. ഈവനിങ് ടൈമാണ്. ഇതൊരു നാച്ചുറൽ കേവ് റിസോർട്ടാണ് ഇത്. ഏതായാലും വന്ന ദിവസം നല്ല മഴയുള്ള ദിവസമാണ് അല്ലേ? മഴ യഥാർത്ഥത്തിൽ മഴയുണ്ടെങ്കിലും ഏറ്റവും നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാനായിട്ടില്ല. മഴ കാണാനായിട്ട് നമുക്ക് നമ്മോടൊപ്പം ഈ ജഡായു എർത്ത് സെൻറ്ററിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ചു തരാനായിട്ട് ഇതിൻ്റെ ശില്പി തന്നെ നമ്മളോടൊപ്പം വരുന്നുണ്ട്. എല്ലാവരും കേട്ട് കാണും, പ്രശസ്ത ഫിലിം ഡയറക്ടറുമായിരുന്ന രാജീവ് അഞ്ചൽ. നമസ്കാരം. നമസ്കാരം. ഏതായാലും ആദ്യമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു വികാരം പറയാം. ഇതൊരു വളരെ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഈ പാറയ്ക്ക് മുകളിൽ ഇത്രയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശില്പമാണ് പക്ഷിശില്പം. നിലവിൽ താങ്കളുടെ ഇമാജിനേഷനെയാണ് ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നത്. ഇവിടെ ഇത്രയും വലിയ ഒരു നമ്മുടെ ബിസിനസ്സും കൂടെ പറയുകയാണെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. തീർച്ചയായിട്ടും. അതും ഇത്രയും ആകാൻ തന്നെ 10 വർഷം എടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ചടയമംഗലത്ത് ഇങ്ങനെ ഒരു ശില്പം ഉണ്ടാക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ സാഹചര്യം എങ്ങനെയാണ് താങ്കൾക്ക് വന്നത്? ഇതിപ്പോൾ എൻ്റെ കഴിവെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്കൊരവസരം കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ ജീവിതത്തിൽ ഓരോ അവസരങ്ങൾ ദൈവം കൊടുക്കും. ഒരു നിയോഗമെന്നല്ലാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ജഡായു ശില്പം ഇവിടെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കഥയുണ്ട്. ത്രേതായുഗത്തിൽ സീതാപഹരണത്തിന് എതിരായി നിന്നുകൊണ്ട് രാവണനെതിരെ യുദ്ധം ചെയ്തപ്പോൾ രാവണൻ ചിറക് വെട്ടി ഇട്ട സ്ഥലം വന്ന് വീണ സ്ഥലമാണ്.
പിന്നീട് ശ്രീരാമചന്ദ്രൻ വന്ന് ഈ ജടായുവിന് മോക്ഷം കൊടുത്ത കഥയുണ്ട് ഇവിടെ ഈ പാറയിൽ. അപ്പം അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് വലുതായത്. തീർച്ചയായിട്ടും. അപ്പം കഥയാണ് പ്രധാനം. നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴും നല്ല തിരക്കഥയില്ലെങ്കിൽ സിനിമയില്ല. മനസ്സിലായില്ല. അവർ നല്ല തിരക്കഥ കിട്ടി എന്നുള്ളതാണ് ഇവിടെ. തിരക്കഥ നമ്മളൊരു സിനിമയിൽ ഒരു തിരക്കഥ കിട്ടി ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്ന കണക്കല്ല ഈ ഇതെന്ന് പറഞ്ഞാൽ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഇത് ലോകമുള്ളിടത്തോളം കാലം നിൽക്കുന്ന ഒരു വസ്തുതയാണ്. വാസ്തവം അത് ഉണ്ട്. അതൊരു ക്രിയേഷൻ എന്ന് പറയാൻ പറ്റും. സിനിമ ഒരു ക്രിയേഷനാണ്, ശില്പം ഒരു ക്രിയേഷനാണ്, സംഗീതം ക്രിയേഷനാണ് എന്ന് പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അവസരം ദൈവം തന്നു എന്നുള്ളതാണ്. നമുക്കൊരു അവസരം കിട്ടി. താങ്കളുടെ മനസ്സിൽ ഈ ഒരു ഇമാജിനേഷൻ ഉണ്ടായിരുന്നു, ഇതെല്ലാം തീർന്നു വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും എന്നുള്ളൊരു അവസ്ഥ നമുക്കുണ്ടായി കാണും. പക്ഷെ നമുക്ക് ഇതിന് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടാവുമല്ലോ. അല്ല, കുറച്ചല്ല, നല്ല കാശ് വേണമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും? അല്ല, ഇതിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരാളിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അല്ല, ഞങ്ങളൊരു 150ഓളം പ്രവാസി മലയാളികളുടെ പ്രോജക്റ്റ് കൂടിയാണിത്. NRIs എന്ന് വെച്ച് കഴിഞ്ഞാൽ UAE-ലുള്ളവരാണ് കൂടുതലും. ഇതിപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ചേർന്നുള്ളൊരു പ്രോജക്റ്റാണോ? ഇതെന്താണ്? ഗവൺമെൻറ് എൻ്റെ കമ്പനിക്ക് 30 വർഷത്തേക്ക് ലീസിന് തന്നിരിക്കുക ഈ സ്ഥലം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ കണ്ടെത്തണം, എൻ്റെ കമ്പനി കണ്ടെത്തണം. ഓക്കെ. പക്ഷേ ലാൻഡ് 30 വർഷത്തേക്ക് ഗവൺമെൻറ് തരും. ഗവൺമെൻറ് അതിന് നമ്മളൊരു നോമിനിയായിട്ടൊരു കൊടുക്കണം 30 വർഷം വരെ. അത് കഴിയുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കൂടും. ഓക്കെ. അത് ഓട്ടോമാറ്റിക് റിന്യൂവൽ എന്നുള്ള നിലയിൽ അത് വലിയ പെർസെൻറ്റേജിലേക്ക് ഗവൺമെൻറ്. ശ്രീരാമചന്ദ്രൻ്റെ പ്രതിമ സ്ഥാപിച്ചിരുന്നു ഇവിടെ. ചേങ്കോട്ടുകോണം സത്യാനന്ദ സരസ്വതി സ്വാമികളാണ്. അത് ഈ കഥയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തതാണ്. അപ്പോൾ അന്ന് ഇത് വളരെ കഷ്ടപ്പെട്ടാണ് ശ്രീരാമൻ്റെ പ്രതിമ ഇവിടെ മുകളിൽ എത്തിച്ചത്. ആ ക്ഷേത്രത്തിനകത്തുണ്ട്. ഒരു 12 അടിയോളം ഉയരമുള്ള വലിയ ശ്രീരാമ പ്രതിമ വലിയ ആഘോഷത്തോടു കൂടിയാണ് ഇത് മുകളിൽ കൊണ്ടുവന്നത്. ശരിക്കും ശ്രീരാമചന്ദ്രൻ്റെ പാദമുദ്ര, ജടായുവിൻ്റെ ചുണ്ടരഞ്ഞുണ്ടായ പറ്റാത്ത കുളം, ഇത് രണ്ടും നിലവിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ശ്രീരാമചന്ദ്രൻ്റെ പ്രതിമയൊക്കെ സ്ഥാപിച്ചത്. ആ പവിത്രമായ രീതിയിൽ ആ ആംഗിളിൽ അത് ചെയ്തത്. പക്ഷെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയേ ഉള്ളൂ. അതും പൂർണ്ണമായും അത് ക്ഷേത്രം അതിൻ്റെ അർത്ഥത്തിൽ ചെയ്യാനോ കാരണം ഇത്രയും ഉയരത്തിൽ വരാനൊക്കെ വളരെ അപൂർവമായിരുന്നു. പക്ഷേ ടൂറിസം എന്ന് പറഞ്ഞ ബാക്കി 65 ഏക്കർ ഗവൺമെൻറ്റിൻ്റെ സ്ഥലം ഏറ്റെടുത്ത് അത് ടൂറിസമാക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതാണ് ശ്രീ പ്രയാർ കോലേഷൻ. അത് തുടങ്ങി വെച്ചെങ്കിലും കുറച്ചു കാലം മുന്നോട്ട് പോയിട്ട് അതും ഫെയില്യൂറായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് LDF ഗവൺമെൻറ്റിൻ്റെ കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം മന്ത്രിയായിരുന്ന സമയത്ത് ഇവിടുത്തെ MLA മുല്ലക്കര രത്നാകരൻ, അദ്ദേഹം അന്ന് മന്ത്രിയുമാണ്, കൃഷിമന്ത്രി. അദ്ദേഹമാണ് ഇതിനെ വീണ്ടും പുനരുദ്ധരിച്ചിട്ട് എന്നെ ഏൽപ്പിക്കുന്നത്, എൻ്റെ ഇതിൽ BOT ആക്കി തരുന്നത് LDF ആണ്. അപ്പോഴാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം വന്നത്. ഇപ്പം നമ്മൾ ഫണ്ട് കണ്ടെത്തുന്നു, അപ്പം അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അങ്ങനെയൊക്കെ വന്നത് LDF ഗവൺമെൻറ്റിൻ്റെയാണ്. പിന്നെ 2 ഗവൺമെൻറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു ഫ്രീഡം വരെയും നമുക്ക് നമ്മളുടെ ചിന്തയിലുള്ള കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റി. അതാണ് പറ്റിയത്. ഇതൊരു BOT പ്രോജക്റ്റ് അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ക്വാളിറ്റി ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മളൊരു പക്ഷിശില്പം മനസ്സിലുള്ളപ്പോൾ നമ്മൾ ഏതായാലും ആലോചിക്കുന്ന ഇത്രയും വലിയൊരു പക്ഷിശില്പം നമ്മൾ എങ്ങനെ ആലോചിച്ചു എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അതെന്താണെന്ന് വെച്ചാൽ ഈ വലിയ ശില്പങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ഡ്രീമാണ്. ഓക്കെ. ഞാൻ 40 അടി ഉയരമുള്ളൊരു ശില്പം എൻ്റെ 22ാമത്തെ വയസ്സിൽ ആലപ്പുഴ ചെയ്തിട്ടുണ്ട്. പിന്നെ കാനായി കുഞ്ഞിരാമൻ സാറാണ് ഞങ്ങളുടെ ഗുരു. ഒരുപാട് ചെയ്ത് അദ്ദേഹം വലുതേ ചെയ്യുള്ളൂ. അപ്പോൾ വലിയ ശില്പങ്ങൾ ചെയ്യുന്നതിൻ്റെ മോഹം നമ്മുടെ മനസ്സിലിട്ട് തന്നത് അദ്ദേഹമാണ്. അപ്പോൾ ആ സൈസ് ഇങ്ങനെ നമ്മൾ നോക്കിയപ്പം ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്കിത് തോന്നി. കാരണം ഈ ശില്പത്തിൻ്റെ ഇരിക്കുന്ന സ്ഥലത്തിനൊരു വലിയ പ്രാധാന്യമാണ്. അതൊരു മലയുടെ മുകളിലല്ലേ. അപ്പോൾ അതിനെന്ന് വെച്ചാൽ മല ഒരു പെഡസ്റ്റലാണ്, ശില്പത്തിൻ്റെ പെഡസ്റ്റലാണ്. നമ്മളൊരു ശില്പം ഉണ്ടാക്കുമ്പോൾ അതിനൊരു പെഡസ്റ്റൽ വരും. അപ്പോൾ ഈ പാറ ഇതിൻ്റെ പെഡസ്റ്റലായി. അപ്പോൾ ഇത് 360 ഡിഗ്രിയിലും നമുക്ക് കാണാം, ദൂരെ എവിടെ നിന്നാലും കാണാം. അപ്പോൾ അങ്ങനെ അന്നേരം അത് മലയുടെ മുകളിലിരിക്കുമ്പോൾ ഇത് വളരെ ചെറുതായി പോകും, അല്ലെങ്കിൽ വളരെ ചെറുതായി പോകും. അപ്പം എത്ര വലുതാക്കാമോ
അത്രയും വലുതാക്കിയാലേ പിന്നെ ഈ പാറയുടെ മുകളിൽ ഇരിക്കുന്നതിൻ്റെ ഭംഗി കാണുള്ളൂ. മനസ്സിലായി. അതുകൊണ്ട് ഇതിൻ്റെ പരമാവധി സ്ഥലത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വലുതാക്കിയത്. ഓ ഓക്കെ. നമ്മളിപ്പോൾ കാനായി കുഞ്ഞിരാമൻ്റെ വലിയ ശില്പങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ ശില്പങ്ങളിലൊന്നും ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. എല്ലാം ഒറ്റ ശില്പമായിട്ടാണ്. അതെന്താ വെച്ചാൽ ഞാൻ ഈ സിനിമയിലെ കലാസംവിധാനം ചെയ്തപ്പോഴത്തേക്കൊക്കെ നമുക്ക് വലിയ ഏറിയ നമ്മൾ സിനിമയ്ക്കാണെങ്കിൽ പോലും താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും വലിയ രീതിയിൽ കൺസീവ് ചെയ്യണം. അപ്പം വലിയ രീതിയിൽ കൺസീവ് ചെയ്യും, വലിയ സെറ്റിടും, അത് കഴിഞ്ഞ് പൊളിച്ച് കളയും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്ട്രക്ചറൽ എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാട് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലുത് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു സിനിമയിൽ നിന്ന് കിട്ടിയ പരിചയം നമുക്കൊരു വലിയ അനായാസമായിട്ട് ചെയ്യാനായിട്ട് മനസ്സിനെ പരുവപ്പെട്ടു. അല്ല, തീർച്ചയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് എത്രയോ നില, ഒരു 7 നില പൊക്കം, 5 നില. ഇത് ഇപ്പോൾ 75 അടി ഉയരമുണ്ട്. 75 അടി ഉയരമുണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ജടായുവിൻ്റെ കണ്ണിനെ കുറിച്ച് എന്തോ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മുകളിൽ ചെന്നിട്ട് ഒരു വെളിയിലേക്ക് നോക്കാനുള്ളൊരു വഴിയാണത്. ജനലാണത്. 2 ജനലുകളാണ്, 2 കണ്ണുകൾ. ഓക്കെ. അപ്പോൾ ആ ലെൻസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ല, അതൊരു കേർവ്ഡ് ഗ്ലാസ് ആണ്, നമുക്ക് വെളിയിലേക്ക് കാണാം. പക്ഷെ അതിൽ നിന്ന് കാണുന്ന കാഴ്ച ഭയങ്കരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ ഇങ്ങനെ ബേർഡ്സ് ഐ വ്യൂ ആണ്. റിയൽ ബേർഡ്സ് ഐ വ്യൂ. റിയൽ ബേർഡ്സ് ഐ വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മറ്റൊന്നില്ലാതാണ് എന്നുള്ളത്. ഇതിൻ്റെ ഒരു യുണീക്നെസ് അത് ഇതിനെ കമ്പയർ ചെയ്തിട്ടും 360 ഡിഗ്രിയിൽ കാണാൻ പറ്റും. ഈ ജടായുവിനെ ഒന്ന് ചുറ്റി വലത്ത് കാണുമ്പോൾ ഈ ഹൊറൈസൺ മുഴുവൻ നമുക്ക് കാണാം. തീർച്ചയായിട്ടും കറങ്ങി കാണാം നമുക്ക്. അപ്പോൾ അത് പിന്നെ ഇവിടുത്തെ കാറ്റ്, ശുദ്ധവായു, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചയുടെ പച്ചപ്പ്, കേരളത്തിൻ്റെ ഭംഗി ഇവിടെ ആ ഭാഗത്തായിട്ട് നമുക്ക് വെസ്റ്റേൺ ഗാട്ട്സ് ആണ്. ഓക്കെ. ഈ ഭാഗത്തേക്ക് നമുക്ക് കടൽ വരുന്നു. അപ്പോൾ എവിടെ നോക്കിയാലും ഇതിനെ ഒരു ചുറ്റി കാണാൻ പറ്റുന്ന പച്ചപ്പുണ്ട് നമുക്ക്. ഓക്കെ. ഈ പച്ചപ്പെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ നമ്മുടെ സെൻറ്റിയാണ്, മലയാളിയുടെ സെൻറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പച്ചപ്പിനെ നമുക്ക് ലാവിഷായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് സൈഡിൽ നോക്കിയാലും കാണാം. പിന്നെ മാത്രമല്ല, നമ്മൾ താഴത്തെ ലെവലിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുക നമ്മൾ. അത് 2 അർത്ഥത്തിലും ഉണ്ട്. ഒന്ന്, ഒരു ഇൻ്റർനാഷണൽ കേബിൾ കാറിലാണ് നമ്മൾ വരുന്നത്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. സ്വിറ്റ്സർലൻഡ് കാറിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ താഴെ നിൽക്കുന്ന ഒരാളെ പെട്ടെന്ന് തന്നെ വേറെ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ആ ഒരു ലക്ഷറിയോടുകൂടി നമ്മളെ മുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കാണുന്ന തരത്തിലുള്ള സാധാരണക്കാരുടെ പിന്നെ ഇടപെടലുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോവളത്ത് പോയി. കോവളം നമ്മൾ ആസ്വദിക്കുന്നതിനോടൊപ്പം ആ പ്രദേശം ലോക്കൽ ഇൻ്റർഫിയറൻസ് നല്ലതായിട്ട് ചീത്തയായിട്ടും വരാം. പക്ഷേ ഒരിക്കൽ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ജടായുപ്പാറയിലെ പ്രത്യേകം ചെയ്യുമ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളേ ഉള്ളൂ. നമ്മളേതായ ഒരു ലോകമാണ്. ഈ ടൂറിസ്റ്റിൻ്റെ പ്രൈവസി 100%. ഇത് താങ്കൾ പറഞ്ഞത് ഞാൻ ശരിക്കും എനിക്കും തോന്നിയിട്ടുണ്ട്. കോവളത്ത് പോയാലും വർക്കല പോയാലും നമുക്ക് ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കൂടെ ചിലപ്പോൾ ഫാമിലി കാണും. അപ്പോൾ ഒരു മോശപ്പെട്ട കമൻറ്റ് ഒരാൾ പറഞ്ഞിരിക്കും, പിന്നെ അവനടുത്ത് വഴക്കുണ്ടാക്കാൻ നടക്കണം. ഇത് നമ്മുടെ ഈ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി പിന്നെ ഫ്രിസ്ക് ചെയ്തിട്ടാണ് മനുഷ്യരെ ഇങ്ങോട്ട് കയറ്റുന്നത്. ഇവിടെ മദ്യപിക്കുന്നവരെ നമ്മൾ കയറ്റാറില്ല. റീസൺ വേറൊന്നുമല്ല, ഈ ടെറൈൻ അത്ര നല്ലതല്ല, മദ്യപാനത്തിൻ്റെ ടെറൈൻ അല്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ പിന്നെ സ്ത്രീകളാണ് നമ്മൾ കൂടുതൽ ഇവിടെ സെക്യൂരിറ്റി ആണെങ്കിലും ഗൈഡ് ആണെങ്കിലും എല്ലാം സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടേതായുള്ളൊരു മിത സ്വഭാവമുണ്ട്. അപ്പം മറ്റുള്ളവരോട് സ്നേഹമായിട്ട് പെരുമാറാനും തന്നെയല്ല, വുമൺ സേഫ്റ്റി ആൻഡ് ഹോണർ എന്ന് പറയുന്നിടത്ത് വുമൺ എംപവർമെൻറ്റും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മനസ്സിലായി. കേരളത്തിലെ ടൂറിസം പബ്ലിക്കിൻ്റെ ഇടയിലുള്ള ടൂറിസമാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമുക്ക് ഇപ്പോൾ താഴെ നിന്ന് കയറ്റി വിടുമ്പോൾ ഇത്ര ആൾക്കാരെ മുകളിൽ പാടുള്ളൂ അങ്ങനെയൊക്കെ കൺട്രോൾ ഉണ്ടാവും. നമുക്ക് ഇതിനൊരു ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട് മുകളിൽ. ആ ഹോൾഡിംഗ് കപ്പാസിറ്റിയിൽ ഇവിടെ മാത്രമല്ല, ഞങ്ങൾ അടുത്ത ലെവലിൽ താഴോട്ടിറങ്ങാം. ഓക്കെ. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്, വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്, പിന്നെ കാണാൻ ഒരുപാട് ഈ മലകളുടെ പല തട്ടുകളിലേക്ക് ആൾക്കാർ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. 4 മലകളാണ് നമുക്ക് ഈ ടൂറിസത്തിനകത്തുള്ളത്. 4 മലയിലെ പ്രധാന മലയെന്ന് പറയുന്നിടത്താണ് ജടായു ഉള്ളത്. ജടായുവിൻ്റെ ഉള്ളിലെ തിയേറ്റർ മ്യൂസിയം വരുന്നതോടുകൂടി ഇത് കഴിയും. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പൗണ്ടിലാണ് അമ്പലം.
ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങോട്ട് പോകാം, ഇല്ലാത്തവർക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം എന്നാലും ഇതിന് തൊട്ടടുത്ത് തന്നെ ഈ മലയിലാണ് അതും ഈ മലയിൽ കയറി കഴിഞ്ഞാൽ അമ്പലത്തിലും പോകാം. അതാണ് ഫസ്റ്റ് മൗണ്ടൻ എന്ന് പറയുന്നത്, ഹില്ലെന്ന് പറയുന്നത് ജഡായു ഹില്ല. ഓക്കെ. രണ്ടാമത്തെ ഹില്ലെന്ന് പറയുന്നത് ഞങ്ങളുടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ്. അടുത്ത മലയിലാണ് ചെയ്യുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ എലിഫന്റ് റോക്ക് എന്ന് പറഞ്ഞാൽ യോഗ വാലിയും എല്ലാം കൂടെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. യോഗ വാലി. വേറൊരു മല എന്ന് പറയുന്നത് ആയുർവേദ ഹെൽത്ത് ടൂറിസത്തിന് വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ സർവീസോട് കൂടിയ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ആ കാണുന്ന സ്ഥലത്താണ്. ആ കാണുന്ന പാറയാണ്. ആ പാറയും അതിന്റെ പ്രദേശങ്ങളും എല്ലാം ഹെലികോപ്റ്റർ. ഇതൊരു ഹൈ എൻഡ് ടൂറിസമാണ്. അവിടേക്ക് നമ്മളുടെ ഇവിടെ ഉള്ള ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. അവിടെ വേറെ തരം ടൂറിസ്റ്റുകളാണ് വരുന്നത്. അവർ ഹെലികോപ്റ്ററിൽ വന്ന് ഹെലികോപ്റ്ററിൽ പോകും. അപ്പോൾ അവരിവിടെ താമസിക്കുകയും ചികിത്സ ചെയ്യുന്നതും അവരുടെ റിസോർട്ടൊക്കെ അതിനകത്ത് വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള സോണാണ്. ഇത് വലിയ കാടാണ്, വലിയ മല. നമ്മൾ താഴെ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുടിലുകളും ഇതൊക്കെ ഉണ്ട്. എല്ലാം നമ്മൾ കാണാൻ പറ്റില്ല, അതിൻ്റെ അടിയിലുണ്ട്, മരത്തിൻ്റെ അടിയിൽ. അപ്പോൾ അവിടെയാണ് താമസിക്കുന്നത് അവർ വരുന്നത് ഹെലികോപ്റ്ററിൽ. അപ്പം 4ാമത്തെ മല അതാണ്. അങ്ങനെ 4 മലകളെ ഒരു കോമ്പൗണ്ടിൽ 65 ഏക്കറിനകത്ത് ഒറ്റ ഫെൻസ് ചെയ്തിട്ട് ഒറ്റ എൻട്രി വെച്ചിരിക്കുന്ന ടൂറിസമാണ് നമ്മൾ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു ചിലർക്ക് പോകാം. ഇത് ഇപ്പം ജഡായു പാറ ടൂറിസത്തിൽ ജഡായു റോക്കിലാണ് വരുന്നതെങ്കിൽ നമുക്ക് 2-3 മണിക്കൂർ കൊണ്ട് തിരിച്ചു പോകാം. ഇനി അതല്ല ഒരു ഹാഫ് ഡേ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാക്ക് വേ വഴി നടന്നു വരാം. വരുന്ന വഴിയിൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്ത് വരാം. ഇനി അതല്ല ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിലേക്ക് പോകണം. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് അവിടെ തീരുള്ളൂ അഡ്വഞ്ചർ ആക്ടിവിറ്റി ആ മലയിൽ. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ആളുകളാണ്, അല്ലാതെ ഒരു സാധാരണ ഒരു തരം വിഭാഗത്തിലൊന്നും മാത്രമുള്ളതല്ല ഇത്. അപ്പോൾ ഈ ശില്പത്തിൻ്റെ ഉള്ളിൽ 15,000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. ഇതിനകത്ത് 15,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത്ര മാത്രം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബോഡിക്കുള്ളിൽ യഥാർത്ഥത്തിൽ ത്രേതായുഗത്തിൻ്റെ ഒരു കാലം നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണ്. ജഡായു പക്ഷി ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കാലമുണ്ടല്ലോ, ത്രേതായുഗത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത പൂക്കൾ, മരങ്ങൾ, പക്ഷികൾ അതെല്ലാം നടന്ന് നമുക്ക് 5 നില വരെ കയറിപ്പോവാം. 5 നില മുകളിലോട്ട്. 5ാമത്തെ നിലയിൽ ജഡായുവിന്റെ കണ്ണ്. 5ാമത്തെ നിലയിൽ പോയി ജഡായുടെ കണ്ണിലൂടെ നമുക്ക് മൊത്തം കാണാൻ പറ്റും. പക്ഷെ അകത്തെ കാഴ്ചകൾ അതിനേക്കാൾ അത്ഭുതമാണ്. അത് ത്രേതായുഗമായതുകൊണ്ട് അത് നമ്മൾ ജഡായു പക്ഷിക്കകത്താണെന്നുള്ള ബോധം നമുക്ക് നഷ്ടപ്പെടും കയറി കഴിയുമ്പോൾ. അതിനകത്ത് നിൽക്കുകയാണെന്ന് തോന്നത്തില്ല. അങ്ങനെയുള്ള ചില ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് അതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്താണ് തിയേറ്റർ വരുന്നത്. ഈ ശില്പത്തിന്റെ ഉള്ളിലാണ് മൾട്ടി ഡയമെൻഷൻ ആയിട്ടുള്ള മ്യൂസിയവും, ചിറകിനുള്ളിലാണ് തിയേറ്റർ. ചിറകിനുള്ളിൽ തിയേറ്ററിൽ. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഈ ത്രേതായുഗം എന്ന് പറയുന്ന യുഗത്തിൽ സംഭവിച്ച കുറേ കാര്യങ്ങളുടെ ഒരു ഫീല് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ആദ്യം നമ്മുടെ താഴത്തെ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഈ മൗണ്ടനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. അപ്പം ജഡായുവിനെ നമ്മൾ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ വേറൊരു സ്പേസിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. അതൊരു ഫാൻറ്റസി വേൾഡാണത്. അപ്പോൾ അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതായത് ഹോളിവുഡ് ടെക്നീഷ്യൻസ് ഒക്കെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അല്ല, മനസ്സിലായി. മുമ്പത്തെ കണക്കല്ല, ഇപ്പം നല്ല ഗ്രാഫിക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ റിയൽ ആയിട്ട് തോന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. എക്സ്പെൻസീവ് ആണ്, പക്ഷേ നമ്മളിത് ഇവിടെ യൂണീക്കാണ്. ഇതിനകത്ത് സിനിമ ഇവിടെ മാത്രമേ ഉള്ളൂ. വേറെ എങ്ങും ഇത് കാണത്തില്ല, ഇതിൻ്റെ കോപ്പിയോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന സിനിമയാണ്. ഏതായാലും ഇത് ഇൻ്റർനാഷണലി പോപ്പുലർ ആവട്ടെ. ഞങ്ങൾ വിദേശത്ത് നിന്ന് വരുന്നവരടുത്ത് ഒരിക്കൽ കൂടി പറയുന്നത്, നമ്മൾ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു ദിവസം നമുക്കിവിടെ വന്നിട്ട് ജഡായു പാറയിൽ സ്പെൻഡ് ചെയ്യാം. നമ്മൾ ഇതിൽ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു നാടൻ സ്ഥലമാണെന്ന്. ഇതെല്ലാം മാറും. ഏതായാലും അതിന് വലിയ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച താങ്കൾക്ക് ഞങ്ങളുടെ യൂറോപ്പിലെ മലയാളികളുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു, അഭിനന്ദിക്കുന്നു. താങ്ക് യു. നമ്മൾ ജഡായുവിൻ്റെ അടുത്ത് നിന്ന് ഇനി പോകുന്നത് ശ്രീരാമക്ഷേത്രത്തിലേക്കാണ്. ഗോദണ്ഡ രാമക്ഷേത്രം. ഗോദണ്ഡ രാമക്ഷേത്രം, അതായത് അമ്പും വില്ലും അണിഞ്ഞു നിൽക്കുന്ന ശ്രീരാമൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ശ്രീരാമൻ്റെ പാദം പതിഞ്ഞ സ്ഥലമുണ്ട്. അതുകൂടാതെ ജഡായുവിൻ്റെ ചുണ്ട് ഒരഞ്ഞ സ്ഥലം കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് മുമ്പ് ചെറിയ ക്ഷേത്രം ഉണ്ടായിരുന്നു. ചെറിയ ഒരു ശ്രീരാമൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു.
അത് മാറ്റിയിട്ട് പഞ്ചലോക വിഗ്രഹം ആക്കാനോ? അതെ, അതിൻ്റെ ഉള്ളിൽ പിന്നെ സ്റ്റാച്ചു ഉണ്ട് ഇപ്പോഴും. ഓ ഓക്കെ, അതിൻ്റെ ഉള്ളിലുണ്ട്. ഉണ്ട്, ഇനി പഞ്ചലോക വിഗ്രഹം വരുന്നുണ്ട്. ഓ ഓക്കെ ഓക്കെ. ആ വാനരന്മാർ ധാരാളം ഉണ്ടല്ലോ. ഉണ്ട്, അത് എല്ലാ ദിവസവും വൈകുന്നേരത്ത് അതിന് ആഹാരം കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരത്ത് ഇവിടെ നിന്ന് ആഹാരം കൊടുക്കും? ഉണ്ട്, അതിൻ്റെ ആ സമയം കൃത്യമായിട്ട് വരും ആ സമയത്ത്. ഓ ഓ അത് ശരി, അത് ശരി. ആ ആ, ഇവിടെയാണ് ശ്രീരാമൻ്റെ പാദം പതിഞ്ഞ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കിടാവിളക്ക് വെച്ചിട്ടുണ്ടല്ലേ? ഇവിടെയാണ് ജഡായു മോക്ഷം ലഭിച്ച സ്ഥലം എന്നാണ് നമ്മളുടെ വിശ്വാസം. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ജഡായുവിൻ്റെ ചുണ്ട് ഉരഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് അല്ലേ? അവിടെയുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഐതിഹ്യം പറയുന്നത് ജഡായു വെട്ടേറ്റ് വീഴുമ്പോൾ അതിൻ്റെ ചുണ്ട് ഉരഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത്. അവിടെ കിടന്നപ്പോൾ ഐതിഹ്യം പറയുന്നത് സീതാദേവി പറഞ്ഞു എന്നുള്ളതാണ് അല്ലേ? സീതാദേവി പറഞ്ഞിരുന്നു ശ്രീരാമൻ വരും, അതുവരെ ഈ വെള്ളം കുടിച്ച് ജീവൻ നിലനിർത്തണം എന്ന്. അപ്പോൾ ഇത് പാറയ്ക്ക് മുകളിൽ ഈ ഒരിക്കലും പറ്റാത്ത വെള്ളം. ഒരിക്കലും പറ്റാറില്ല. എത്ര വറ്റിച്ചാലും പറ്റില്ല. ഇത്രയും വെള്ളം കാണും. വെള്ളം എത്ര എടുത്ത് മാറ്റിയാലും ഇത്രയും വെള്ളം വരും. ഇതൊക്കെ നമ്മുടെ ഐതിഹ്യമാണെങ്കിലും ഒരു അതിശയം തന്നെയാണ് അല്ലേ? പല 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 കാര്യങ്ങളും നമുക്ക് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് തീർച്ചയായിട്ടും ശ്രീലങ്ക എന്ന് പറയുന്നത് ഈ റൂട്ടാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചരിത്രം വിശ്വസിക്കുക, അല്ലാതെ അതാണ് ചെയ്യേണ്ടത്. ചടയമംഗലം എന്ന ഈ കൊച്ചു ഗ്രാമത്തിനകത്ത് ഇത്രയും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഒരു പക്ഷിശില്പമുണ്ടാക്കുകയും അതിനോടൊപ്പം തന്നെ മ്യൂസിയവും എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം ഇവിടെ ഫുൾ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാം ഒരുക്കിയിരിക്കുകയാണ്. ഈ എപ്പിസോഡ് കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഞങ്ങളെ ജഡായുവിനെ കുറിച്ചുള്ള എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി കാണും വരെ നന്ദി, നമസ്കാരം.